ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫണ്ണസ്റ്റ് ഫാമിലി. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുവിനെ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ്. അതെ, അപ്പോൾ നമ്മളിന്ന് തൃശ്ശൂർ തിരുവള്ളക്കാവ് എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിൽ പോയിട്ടാണ് അക്ഷരത്തിന് എഴുത്തുന്നത്. ബാക്കിയുള്ള വീഡിയോ നമുക്ക് വഴിയേക്കാം. ഗൈസ്, നമ്മൾ റെഡിയാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർക്ക് നമുക്ക് കുറച്ച് ദൂരം ഉണ്ടാവുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുക ചെയ്തത് കേട്ടോ. അങ്ങനെ പൊന്നു കുറച്ച് ദേഷ്യത്തിലാണ് രാവിലെ നീച്ചേണ്ടതിന് വേറെ ഒന്നുമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ അമ്മയെ കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട വെച്ചിട്ട് അമ്മ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഏട്ടനും ഉണ്ണിയേട്ടനും ആരും കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അവരെ കാണിച്ചില്ല എന്ന് വേണ്ട വെച്ചിട്ട് അവരെ നേരെ കാവലെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ഇതേ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ ഈ റൗണ്ട് ചുറ്റിൽ മാത്രമായിട്ട് ഞാൻ ഇന്നവരെ ചെയ്തിട്ടുള്ളത്. ഇന്നേ വരെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ടില്ല, അതാണ് സത്യാവസ്ഥ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പീസ്ഫുൾ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൽ. അങ്ങനെ എടുത്തമ്മയും അമ്മയും നേരെ ചീട്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലതിരിക്കും ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കത്തിച്ചിട്ട് അതിൽ 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അവിടെ അമ്പലത്തിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ പറ്റിയിട്ട് എന്താ ഇതിൻ്റെ ഐതി എന്ന് പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി നേരെ തൊഴുതിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കുഞ്ഞിനെ എഴുത്തി നിർത്താൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. Ai, o, au, am, a, ka, ka, ga, ga, nga, cha, cha, ja, ja, ya, ta, ta, da, tha, na, ta, tha, da, tha, na, pa, pa, ba, bha, ma, ya, ra, la, wa, sa, sha, sa, ha, la, ra, ra, cha. നാളെ മറ്റന്നാൾ കഴിക്കുക, വേറെ കൂടി ചേർക്കാം, പായസം കഴിക്കുക, അപ്പോൾ നമ്മളങ്ങനെ എഴുത്തിനിരുത്തൽ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് പറയുമായിരുന്നു നാളെ മുതൽ അംഗനവാടി പോകുന്നത്. പക്ഷേ ജമ്മ ഉണ്ടെങ്കിൽ അവൾ പോയില്ല എന്നാട്ടോ പറയണത്. അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും വെറുതെ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് നമുക്ക് നേരെ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ അപ്പം തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, രാവിലെ മുതൽ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്പലത്തിലെ പ്രസാദം നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പ്രസാദോട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് നിന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം നിന്ന് കാല് കടഞ്ഞപ്പോൾ നമ്മൾ പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ് നമുക്ക് നല്ലൊരു സദ്യ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, പായസം ഒരു രക്ഷയില്ല. കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രസാദോട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് 2 ലോട്ടറി എടുത്തിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ റൗണ്ട് മാത്രമേ കണ്ടിട്ടുള്ളത് ആ അമ്പലത്തിലാട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു അമ്പലത്തിൽ കയറണം എന്നുള്ളത്. കയറാൻ മാത്രമല്ല നേരെ തൊഴുകാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പത്താംകുളം എത്തിയപ്പോൾ നമ്മൾ നേരെ കുറേ 12:30 1 മണിയാവാറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഞങ്ങൾ കഴിച്ചത്. ഞങ്ങൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്